ജീവിതത്തില് ഒരുപാട് സമ്പത്ത് വേണം, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സുഖസൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത ആരും കാണില്ല. അതുമല്ലെങ്കിൽ ചില ആൾക്കാർ ചിന്തിക്കും, എനിക്ക് ഒരുപാട് സമ്പത്തൊന്നും ആവശ്യമില്ല, പക്ഷേ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണമെങ്കിലും എന്നിലേക്കൊന്ന് വന്നാൽ മതിയായിരുന്നു, അതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. നിങ്ങൾ രണ്ടില് ഏത് കൂട്ടത്തിൽ പെടുന്നവരാണെങ്കിലും ശരി, ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം സമ്പന്നനാകും, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക യോഗം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ജനന തീയതി ഒന്ന് വിശകലനം ചെയ്താൽ തന്നെ അത് വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലോകത്തിലെ അതിസമ്പന്നന്മാർക്കെല്ലാം ഒരു പൊതു രഹസ്യമുണ്ട്. അത് അവരുടെ ജനന തീയതിയിലെ ന്യൂമറോളജി കോഡാണ്. ബിൽ ഗേറ്റ്സ്, വാറൻ ബഫറ്റ്, ഇലോൺ മസ്ക് ഇവരെല്ലാം ഇങ്ങനെ സമ്പന്നരായി ജീവിക്കുന്നവർ തന്നെയാണ്, അല്ലെ? അവരുടെ ലൈഫ് പാത്ത് നമ്പർ വെളിപ്പെടുത്തും എങ്ങനെയാണ് അവർക്ക് ആ ഒരു ഭാഗ്യം അവരിലേക്ക് വന്നിട്ടുള്ളതെന്ന്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങളുടെ ജനന തീയതിയിലെ ലൈഫ് പാത്ത് നമ്പർ എങ്ങനെ കണ്ടെത്താമെന്നും ആ നമ്പർ നിങ്ങളെ ഏത് തരം സമ്പന്നനാക്കും എന്നുമാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ സമ്പന്ന യോഗം തീർച്ചയായിട്ടും കണ്ടെത്താം. നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ കണ്ടെത്തുക. കേൾക്കുമ്പോൾ ഇച്ചിരി ടെൻഷൻ അടിക്കുമെങ്കിലും, അല്ലെങ്കിൽ ഇച്ചിരി പാടുള്ള കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇത് കണ്ടെത്തുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ ജനന തീയതി, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. എക്സാമ്പിൾ, 12/5/1985 നിങ്ങളുടെ ജനന തീയതി എന്ന് വിചാരിച്ചു. അപ്പൊ അതിനെല്ലാം കൂടി നിങ്ങൾ ഒന്നിച്ച് ആഡ് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ 1 + 2 + 5 + 1 + 9 + 8 + 5 = 31. അപ്പൊ 31 എന്ന് കിട്ടി. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്തപ്പോൾ 31 കിട്ടി. ആ 31നെ വീണ്ടും നമ്മൾ ആഡ് ചെയ്യുക, 3 + 1. അപ്പോൾ ഒറ്റ നമ്പറായിട്ട് 4 എന്ന ലൈഫ് പാത്ത് നമ്പർ നമുക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് ഓരോ നമ്പറുകൾക്കും എങ്ങനെയാണ് റിസൾട്ട് എന്ന് നോക്കാം. അതായത് നമ്പർ 1 കിട്ടിയാൽ വളരെ ഉയർന്ന നമ്പറാണ് 1 എന്ന് പറയുന്നത്. നിങ്ങൾ ജന്മനാ ഒരു നേതാവാണ് എന്നാണ് അർത്ഥം. ആരുടെയും കീഴിൽ നിൽക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടില്ല. പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് അതിലൂടെ പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്താനായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. ഉദാഹരണം, ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ് എന്നിവർ ഈ സംഖ്യക്കാരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രയത്നിച്ചാൽ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ടുള്ള യോഗം നിങ്ങളിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, ഉപയോഗപ്പെടുത്തുക. നമ്പർ 2 ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സമ്പന്നനാകുന്നത് എന്ന് നോക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് സമ്പന്നനാകാനുള്ള യോഗം. അതായത് ഒറ്റയ്ക്ക് റിസ്ക് എടുക്കാൻ മടിക്കുന്നവരായിരിക്കും നിങ്ങൾ. കഴിവുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ വലിയ വിജയം നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കൺസൾട്ടിങ്, ലോ, മീഡിയേഷൻ എന്നീ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് തിളങ്ങാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു വഴിയിൽ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കണ്ടെത്താൻ മാർഗമുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. സമ്പത്തിലേക്കുള്ള വഴി മികച്ച ബന്ധങ്ങളിലൂടെയും ടീം വർക്കിലൂടെയുമാണ് നേടാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്പർ 3, സൃഷ്ടിപരമായവരാണ് ഇവർ. അതായത് ദ ക്രിയേറ്റീവ് ഫോഴ്സ്. പ്രശസ്തിയിലൂടെ പണം നേടാനായിട്ട് സാധിക്കും. കമ്മ്യൂണിക്കേഷൻ, കല, വിനോദം, സോഷ്യൽ മീഡിയ എന്നിവകളിലൂടെ ഇവർക്ക്, അതായത് 3 ഉത്തരം കിട്ടിയവർക്ക് പണം സമ്പാദിക്കാനായിട്ട് സാധിക്കും. ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ് ഉള്ളവരാണ് ലൈഫ് പാത്ത് നമ്പർ 3 കിട്ടിയിട്ടുള്ളവർക്ക്. ഇവരുടെ ശക്തി, ഇവർക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ സാമ്പത്തികത്തെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇനി 4 കിട്ടിയവർക്ക് എങ്ങനെയാണ് സമ്പന്നതയിലേക്ക് എത്താൻ സാധിക്കുന്നതെന്ന് നോക്കാം. സ്ഥിരതയും കഠിനാധ്വാനവും വഴി ഇവർ അച്ചടക്കമുള്ളവരും സിസ്റ്റമാറ്റിക്കുമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്.
പെട്ടെന്നുള്ള ലാഭത്തിലല്ല, റിയൽ എസ്റ്റേറ്റ്, ദീർഘകാല നിക്ഷേപങ്ങൾ എന്നിവയിൽ ഉറച്ച സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാൻ സാധിക്കുന്നവരാണ് ലൈഫ് പാത്ത് നമ്പർ 4 കിട്ടിയിട്ടുള്ളത്. സാവധാനം എന്നാൽ ഉറപ്പായിട്ടും സമ്പന്നരാകാൻ തീർച്ചയായിട്ടും കഴിയും. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ മണിയെ ഏൺ ചെയ്യാനുള്ള പരിശ്രമം നടത്തേണ്ടത്. ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളായ വാറൻ ബഫറ്റ് ഈ ഒരു നമ്പറാണ് അദ്ദേഹത്തിന്റെ ലൈഫ് പാത്ത് നമ്പർ, വാറൻ ബഫറ്റിൻ്റെത്. നമ്പർ 5 മാറ്റത്തിന്റെ ഏജന്റ്, ദ ചേഞ്ച് ഏജന്റ് എന്നാണ് നമ്പർ 5 അറിയപ്പെടുന്നത്. അതായത് സാഹസികതയിലൂടെയും മാർക്കറ്റിങ്ങിലൂടെയും നേടാൻ ഇവർക്ക് സാധിക്കും, പണം നേടാനായിട്ട് ഇവർക്ക് സാധിക്കും. ഇവർക്ക് മാറ്റങ്ങളെയും റിസ്കിനെയും ഭയമില്ല. പുതിയ ടെക്നോളജി, മാർക്കറ്റിംഗ്, യാത്രകൾ, ആവശ്യമുള്ള ബിസിനസ്സുകൾ എന്നിവയിൽ പെട്ടെന്ന് പണം സമ്പാദിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. ഇവരെ ഒരു രീതിയിലും തകർക്കാൻ കഴിയാത്തവരാണ്. ഉദാഹരണം, മാർക്ക് സുൽക്കൻബർഗ് പോലുള്ള ടെക് ഫിഗരന്മാർക്ക് ഈ സംഖ്യ വരാറുണ്ട്. അവരുടെയൊക്കെ ലൈഫ് പാത്ത് നമ്പർ ഈ രീതിയിലുള്ളതാണ്. ലൈഫ് പാത്ത് നമ്പർ 6 കിട്ടിയിട്ടുള്ളവരുടെ സാമ്പത്തിക യോഗം എങ്ങനെയായിരിക്കും വരാൻ സാധ്യത എന്ന് നോക്കാം. സേവനത്തിലൂടെയും വിശ്വാസ്യതയിലൂടെയും സമ്പത്തിനെ ആകർഷിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമുള്ളവരുമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, കൺസൾട്ടിംഗ് തുടങ്ങിയ സേവന മേഖലകളിലൂടെ വലിയ സാമ്പത്തിക വിജയത്തിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും നിങ്ങൾക്കുണ്ട്. വിശ്വസ്തതയാണ് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇനി നമ്പർ 7 ലൈഫ് പാത്ത് നമ്പർ കിട്ടിയിട്ടുള്ളവർ എങ്ങനെയായിരിക്കും? നിങ്ങൾ തീർച്ചയായിട്ടും ബുദ്ധിമാന്മാരാണ്. അറിവിലൂടെയും ഗവേഷണത്തിലൂടെയും നിങ്ങൾക്ക് സമ്പന്നതയിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നവരും രഹസ്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരുമാണ്. ഗവേഷണം, അധ്യാപനം, സാമ്പത്തിക വിശകലനം തുടങ്ങിയ ബുദ്ധിപരമായ മേഖലകളിലൂടെയാണ് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ അവസരം ലഭിക്കുന്നത്. പണത്തെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ. സാമ്പത്തികത്തിലേക്കുള്ള വഴി അതുല്യമായ അറിവിനെ പണമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവിനെ നിങ്ങൾ പണമാക്കി മാറ്റുക. നമ്പർ 8 കിട്ടിയിട്ടുള്ളവർ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിങ്ങൾ പണത്തിന്റെ കാന്തമാണ്, അതായത് മണി മാഗ്നറ്റ്. 8 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റിയുടെ സിമ്പലാണ്. അതായത് ഏറ്റവും ഉയർന്നതാണ് ഈ ഒരു 8 ലൈഫ് പാത്ത് നമ്പറായിട്ട് വന്നിട്ടുള്ളവർ. ഇത് ന്യൂമറോളജിയിലെ പണത്തിന്റെ സംഖ്യ കൂടിയാണ്. നിങ്ങൾക്ക് പണം കൈകാര്യം ചെയ്യാനും വലിയ കോർപ്പറേറ്റ് തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള കഴിവ് ജന്മനാ ഉണ്ടായിരിക്കും. അധികാരവും ബിസിനസ്സും ചേരുമ്പോൾ വൻ സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ തിരിച്ചറിയുക. ലൈഫ് പാത്ത് നമ്പർ 8 വന്നിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കാൻ കഴിവുള്ള വ്യക്തിത്വങ്ങളാണ്. ഉദാഹരണം, വ്യവസായ ഭീമനായ റോക്ക് ഫെല്ലർ ഈ ഒരു സംഖ്യക്കാരനായിരുന്നു. നമ്പർ 9 മനുഷ്യ സ്നേഹിയാണ് നിങ്ങൾ. ലൈഫ് പാത്ത് നമ്പർ 6 കിട്ടിയിട്ടുള്ളവരുടെ സാമ്പത്തിക യോഗം എങ്ങനെയായിരിക്കും വരാൻ സാധ്യത എന്ന് നോക്കാം. സേവനത്തിലൂടെയും വിശ്വാസ്യതയിലൂടെയും സമ്പത്തിനെ ആകർഷിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമുള്ളവരുമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, കൺസൾട്ടിംഗ് തുടങ്ങിയ സേവന മേഖലകളിലൂടെ വലിയ സാമ്പത്തിക വിജയത്തിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും നിങ്ങൾക്കുണ്ട്. വിശ്വസ്തതയാണ് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇനി നമ്പർ 7 ലൈഫ് പാത്ത് നമ്പർ കിട്ടിയിട്ടുള്ളവർ എങ്ങനെയായിരിക്കും? നിങ്ങൾ തീർച്ചയായിട്ടും ബുദ്ധിമാന്മാരാണ്. അറിവിലൂടെയും ഗവേഷണത്തിലൂടെയും നിങ്ങൾക്ക് സമ്പന്നതയിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നവരും രഹസ്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരുമാണ്. ഗവേഷണം, അധ്യാപനം, സാമ്പത്തിക വിശകലനം തുടങ്ങിയ ബുദ്ധിപരമായ മേഖലകളിലൂടെയാണ് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ അവസരം ലഭിക്കുന്നത്. പണത്തെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ.
സാമ്പത്തികത്തിലേക്കുള്ള വഴി അതുല്യമായ അറിവിനെ പണമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവിനെ നിങ്ങൾ പണമാക്കി മാറ്റുക. നമ്പർ 8 കിട്ടിയിട്ടുള്ളവർ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിങ്ങൾ പണത്തിന്റെ കാന്തമാണ്. അതായത് മണി മാഗ്നറ്റ്. 8 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റിയുടെ സിമ്പലാണ്. അതായത് ഏറ്റവും ഉയർന്നതാണ് ഈ ഒരു 8 ലൈഫ് പാത്ത് നമ്പറായിട്ട് വന്നിട്ടുള്ളവർ. ഇത് ന്യൂമറോളജിയിലെ പണത്തിന്റെ സംഖ്യ കൂടിയാണ്. നിങ്ങൾക്ക് പണം കൈകാര്യം ചെയ്യാനും വലിയ കോർപ്പറേറ്റ് തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള കഴിവ് ജന്മനാ ഉണ്ടായിരിക്കും. അധികാരവും ബിസിനസ്സും ചേരുമ്പോൾ വൻ സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ തിരിച്ചറിയുക. ലൈഫ് പാത്ത് നമ്പർ 8 വന്നിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കാൻ കഴിവുള്ള വ്യക്തിത്വങ്ങളാണ്. ഉദാഹരണം, വ്യവസായ ഭീമനായ റോക്ക് ഫെല്ലർ ഈ ഒരു സംഖ്യക്കാരനായിരുന്നു. നമ്പർ 9, മനുഷ്യ സ്നേഹിയാണ് നിങ്ങൾ. സമ്പന്ന യോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉദാരതയിലൂടെയും ലോകവീക്ഷണത്തിലൂടെയും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ലോകത്തെ മാറ്റാൻ കഴിയുന്ന വലിയ ലക്ഷ്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ പ്രശസ്തിയും ആഗോള സ്വാധീനവും വഴി പണം താനേ നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. ഇനി സമ്പന്നനാകാനുള്ള 3 വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഈ നമ്പർ എന്തായാലും നിങ്ങൾ സമ്പന്നനാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഈ 3 കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്പറിന്റെ ശക്തി വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പറിന് ശക്തി നൽകുന്ന നിറങ്ങൾ, ഉദാഹരണത്തിന് 1ന് സ്വർണ്ണ നിറം, 8ന് കറുപ്പ് അല്ലെങ്കിൽ ബ്രൗൺ. നിങ്ങളുടെ പേഴ്സിലോ ജോലി സ്ഥലത്തോ ഇത് ഉപയോഗിക്കുക. ഇത് പണത്തിന്റെ വൈബ്രേഷൻ വർദ്ധിക്കും. 2, കഴിവിനെ മെച്ചപ്പെടുത്തുക. നിങ്ങളുടെ നമ്പർ, ഉദാഹരണത്തിന് 4ന്റെ കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരതയാണ്, നേതൃത്വ ഗുണമാണ്. പ്രധാന ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് ആ കഴിവുകൾ അനുസരിച്ച് ബിസിനസ്സോ കരിയറോ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 3, നെഗറ്റീവ് സ്വഭാവം മാറ്റുക. ഓരോ നമ്പറുമായിട്ടുള്ള വെല്ലുവിളികളും, ഉദാഹരണത്തിന് 4 ഉള്ളവർക്ക് മടി, 1ന്റെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, ഇതൊക്കെ നിങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇവയാണ് സമ്പത്തിലേക്കുള്ള നിങ്ങളുടെ വഴിയിലെ പ്രധാനപ്പെട്ട തടസ്സങ്ങളായിട്ട് നിൽക്കാൻ സാധ്യത. അപ്പോൾ അതിനെയെല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനെ മറികടക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ജനന തീയതിയിലെ സംഖ്യ നിങ്ങളുടെ സമ്പന്ന യോഗത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ സമ്പന്നനാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ പ്രവർത്തികളിലാണ്. നിങ്ങളുടെ നമ്പർ ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്. നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ ഏതാണ്? അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഐ ആം റെഡി ടു റിസീവ് അബണ്ടൻസ് എന്നും കമൻ്റായിട്ട് എഴുതുക. കാരണം നമ്മൾ ഒരു കാര്യം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ യൂണിവേഴ്സിന് അത് സറണ്ടർ ചെയ്തുകൊണ്ട് എനിക്കത് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതിന് തുല്യമാണ്. ഇനി ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഒരു സമ്പന്നതയിലുള്ള ജീവിതം നിങ്ങളുടെ മനസ്സിലാണ് ആദ്യം ഉണ്ടാവേണ്ടത്. മനസ്സിൽ രൂപപ്പെടുന്ന ഒന്നിനു മാത്രമേ യാഥാർത്ഥ്യമാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റി ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിൽ അത് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക് നിങ്ങൾ കടക്കുക. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു സാമ്പത്തിക ഭാവി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.